RSSനെ തള്ളി JP നദ്ദ. RSSന്റെ സഹായം BJPക്ക് ആവശ്യമില്ലെന്നും RSS സഹായം ആവശ്യമായിരുന്ന കാലഘട്ടത്തിൽ നിന്നും പാർട്ടി വളർന്നുവെന്നും JP നദ്ദ വ്യക്തമാക്കിയ വിവരങ്ങൾ സിബി നൽകും. സിബി, JP നദ്ദ RSSനെ തള്ളി പറഞ്ഞിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് JP നദ്ദയുടെ ഈ പരാമർശം? വിനു, ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ദേശീയ മാധ്യമത്തിന് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് JP നദ്ദ ഒരു അഭിമുഖം നൽകിയത്. ഈ അഭിമുഖത്തിലാണ്, ഇന്നലെ നൽകിയ അഭിമുഖത്തിലാണ് പൂർണ്ണമായും RSSനെ തള്ളിക്കൊണ്ട് JP നദ്ദ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് RSSന്റെ സഹായം ഇപ്പോൾ BJPക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്നും ആ പാർട്ടി വളർന്നിരിക്കുന്നു. ഇപ്പോൾ BJP ഒരു സ്വതന്ത്രമായ പാർട്ടിയാണ്. ആ പാർട്ടി വളർന്നിരിക്കുന്നു. അതിന് സ്വയം പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ RSSന്റെ പിന്തുണയോ സഹായമോ ഇപ്പോൾ BJPക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ദേശീയ മാധ്യമത്തിനോട് JP നദ്ദ പറഞ്ഞത്. പൂർണ്ണമായും ഈ തരത്തിൽ RSSനെ തള്ളിക്കൊണ്ടാണ് JP നദ്ദയുടെ ആ ഒരു പരാമർശം ഉണ്ടായത്. ഇതിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ ആ കാലഘട്ടത്തിൽ നിന്നും ഈ RSSും BJPയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം മാറി എന്ന ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിൽ JP നദ്ദയുടെ ഈ ഒരു പരാമർശം. എന്തായാലും ഈ RSS എന്ന് പറയുന്നത് ഒരു സാമൂഹികവും സാംസ്കാരികവുമായ സംഘടനയാണ്. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതാണ് ഈ RSSും BJPയും തമ്മിലുള്ള വ്യത്യാസമെന്നും JP നദ്ദ പറഞ്ഞു വെക്കുന്നു. അതുകൂടാതെ ഈ RSS ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു സംഘടനയാണെന്നും BJP പക്ഷേ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നും കാശിയിലും മധുരയില്ലാതിനെയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് BJPയുടെ അജണ്ട അല്ല എന്നും JP നദ്ദ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പൂർണ്ണമായും ഈ RSSന്റെ തണലിൽ വളർന്ന BJP ഇപ്പോൾ RSSനെ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് പാർട്ടിയുടെ അധ്യക്ഷനായ JP നദ്ദ ഇത്തരത്തിൽ ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തിന് ശേഷം ഈ RSSും BJPയും തമ്മിൽ വളരെ വലിയ രീതിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. പലപ്പോഴും നരേന്ദ്രമോദി RSSനേക്കാൾ വളർന്നിരിക്കുന്നു എന്നല്ലാതെയും തീവ്ര ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണമാണ്, ആക്ഷേപമാണ്. മാത്രമല്ല പല നയങ്ങളും, പാർട്ടിയുടെ പല നയങ്ങളും എല്ലാതിനെയും RSSന് വളരെ വലിയ അസംതൃപ്തിയുണ്ട്. നരേന്ദ്രമോദിയും അമിത്ഷായും RSSനേക്കാൾ കൂടുതൽ വളർന്നിരിക്കുന്നു എന്നല്ലാതെയും ചില ഘട്ടങ്ങളിൽ വലിയ പരാതികൾ അല്ലെങ്കിൽ കടുത്ത അസംതൃപ്തികളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് JP നദ്ദയുടെ ഈ ഒരു പരാമർശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്ക് നിൽക്കെ ഈ RSSന്റെ തറലിൽ വന്ന, ഈ RSSന്റെ പ്രത്യയ ശാസ്ത്രത്തിൽ വളർന്ന BJP പൂർണ്ണമായും RSSനെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായും അത് വളരെ വലിയ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയോധ്യ രാമക്ഷേത്രം അടക്കമല്ലാതെയും നിർമ്മാണം കൊണ്ടുവന്ന എല്ലാ നിലയും ഈ RSSന്റെ പ്രത്യയശാസ്ത്രപരമായ തീവ്ര ഹിന്ദുത്വ നിലപാടിൽ തന്നെയാണ്. ആ ഒരു നിലപാടിൽ തന്നെയായിരുന്നു BJP വളർന്നതും. ഇപ്പോൾ എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാ നിലയും RSSന് മുകളിൽ വളർന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് JP നദ്ദയുടെ പരാമർശം. മാത്രമല്ല നമുക്കറിയാം, നമ്മുടെ മുൻകാല അനുഭവങ്ങൾ, പ്രത്യേകിച്ച് LK അദ്വാനി എല്ലാതിനെയും 2005 വരെ ഏകദേശം 30 വർഷത്തോളം BJP നയിച്ച BJPയുടെ മുതിർന്ന നേതാവ് LK അദ്വാനി ഉണ്ട്. ഈ LK അദ്വാനി ഇത്തരത്തിൽ ഈ RSSന് മുകളിൽ വളരുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് RSS ഈ LK അദ്വാനിയെ പെട്ടെന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ നരേന്ദ്രമോദി ഈ ഒരു കാലഘട്ടത്തിന് ശേഷം അടുത്ത തവണ നരേന്ദ്രമോദി മാറുമെന്നല്ലാതിനെയും ചില RSS സ്ഥലങ്ങളിൽ എല്ലാതിനെയും ചില വാർത്തകൾ വന്നെങ്കിലും അതിനെ പൂർണ്ണമായും മോദി അടക്കം നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് UPയിലെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ് ഇനി BJP നയിക്കുക എന്നല്ലാതിനെയും ചില വാർത്തകൾ വരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെയും മോദി പരസ്യമായി തള്ളുന്നു. താൻ ഇനി മോദി യുഗമാണെന്ന് മോദി തന്നെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും RSSും BJPയും തമ്മിൽ വളരെ വലിയ ആഭ്യന്തര കലഹം രൂക്ഷമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പൂർണ്ണമായും പരസ്യമായി RSSന് സഹായമോ പിന്തുണയോ വേണ്ട എന്ന് പാർട്ടിയുടെ അധ്യക്ഷൻ JP നദ്ദ തന്നെ പറയുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതൊരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് JP നദ്ദ ഈ കാര്യം വ്യക്തമാക്കിയത്. വിനു.